ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ തരത്തിൽ രൂക്ഷമായിട്ടുള്ള പൊട്ടിത്തെറികൾ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പല വമ്പൻ പാർട്ടികളും ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പുറത്തു ചാടാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന തരത്തിൽ AAPയുമായിട്ട് കോൺഗ്രസ് വളരെ വലിയ തോതിൽ പ്രശ്നത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ തരത്തിലും ആ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുക മാത്രമല്ല, ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തരത്തിൽ AAP ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ അതിന് മുന്നേ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് AAPയെ സഖ്യം ചേർക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു. അതായത് AAP ആവശ്യപ്പെട്ട സീറ്റുകൾ കൊടുക്കാത്തത് കൊണ്ട് തന്നെയും AAP തന്നെ ആ ഒരു സഖ്യം വേണ്ട എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ AAP ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമല്ലാതെ ഇപ്പോൾ ഈ പൂർണ്ണ തോതിൽ, അതായത് AAP കോൺഗ്രസ് ബന്ധം വളരെ വലിയ തോതിൽ വഷളായി മാറിയിരിക്കുന്നു. സഖ്യത്തിൽ നിന്ന് ഏത് നിമിഷവും പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ള തരം മാത്രമല്ല, ഈ പറയുന്ന തരത്തിൽ സഖ്യം വിട്ടുകൊണ്ട് AAPയെ എല്ലാ അർത്ഥത്തിലും പുറത്താക്കുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ AAPക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഡൽഹിയിൽ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ AAPക്കെതിരെ കോൺഗ്രസ് വളരെ വലിയ തോതിൽ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് AAPയെയും BJPയെയും ലക്ഷ്യമിട്ട് ഡൽഹി കോൺഗ്രസ് ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന തരത്തിൽ AAPയുമായിട്ടുണ്ടായിരുന്ന സഖ്യം അതൊരു വലിയ തെറ്റായിരുന്നു എന്നാണ് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിലെ തന്നെ വലിയ നേതാവായിട്ടുള്ള മാക്കൻ പറയുന്നത്. മലിനീകരണം, പൗരസൗകര്യങ്ങൾ, ക്രമസമാധാനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പാലിക്കാത്ത വാഗ്ദാനങ്ങളും കെടുകാര്യസ്ഥതയും ആരോപിച്ച് ആം ആദ്മി പാർട്ടിയെയും BJPയെയും ലക്ഷ്യമിട്ട് ഡൽഹി കോൺഗ്രസ് ബുധനാഴ്ച 12 പോയിന്റുള്ള ധവളപത്രം പുറത്തിറക്കിയിരുന്നു. ജൻ ലോക്പാൽ സമരത്തിലൂടെയാണ് തൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നതെന്നും എന്നാൽ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാനെ രൂപീകരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ AICC ട്രഷറർ അജയ് മാക്കൻ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. മുൻ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിക്കാൻ ഇവിടെ ഒരു വാക്കുണ്ടെങ്കിൽ അത് ഹാർസിവാൾ ആയിരിക്കും. മൗക്ക ഹർ ബാർ ധോക്ക എന്ന ധവളപത്രം പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു. രാജ്യത്തുടനീളം ആരെങ്കിലും തട്ടിപ്പിൻ്റെ രാജാവാണെങ്കിൽ അത് കെജ്രിവാൾ ആണ്. അതിനാലാണ് ഞങ്ങൾ കെജ്രിവാൾ സർക്കാരിനെയും കേന്ദ്രത്തിലെ BJP സർക്കാരിനെയും കുറിച്ച് ധവളപത്രവുമായി ഇവിടെ വന്നതെന്ന് മാക്കൻ പറഞ്ഞിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിൽ നിന്നും ഉടനടി പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പഞ്ചാബിൽ പോലും ജൻ ലോക്പാൽ രൂപീകരിക്കാത്തതെന്ന് മാക്കൻ ചോദിച്ചു. LG നിങ്ങളെ ഇവിടെ അനുവദിക്കുന്നില്ലെങ്കിൽ പഞ്ചാബിൽ ഉണ്ടാക്കുക. ആരാണ് നിങ്ങളെ തടയുന്നതെന്നും നിങ്ങൾക്ക് അവിടെ ഒരു സമ്പൂർണ്ണ സർക്കാരുണ്ടെന്നും എന്തുകൊണ്ട് നിങ്ങൾക്കത് അവിടെ ഉണ്ടാക്കുന്നില്ല എന്നും ഇതൊരു ഒഴിവ് കഴിവ് മാത്രമാണെന്നും ജൻ ലോക്പാലിൻ്റെ പേരിൽ 10 വർഷം മുമ്പ് പാർട്ടി AAP രൂപീകരിച്ചു എന്നും ഇപ്പോൾ അവർ അത് മറന്നു എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു. ഡൽഹിയെ ലണ്ടൻ പോലെ ആക്കുമെന്നും അവർ പറയാറുണ്ടായിരുന്നു എന്നും അവർ ദേശീയ തലസ്ഥാനത്തെ മലിനീകരണത്തിൽ 1ാം സ്ഥാനത്താക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് തിരുത്തപ്പെടേണ്ട തെറ്റാണെന്നും അത് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മാക്കൻ തുറന്നടിച്ചു പറഞ്ഞു. 2013 40 ദിവസം ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഡൽഹിയുടെ ദുരവസ്ഥയും ഇവിടെ കോൺഗ്രസ് ദുർബലമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഡൽഹിയുടെ ദുരവസ്ഥയുടെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണിതെന്നും സഖ്യമുണ്ടാക്കിയതിലൂടെ ഡൽഹിയിൽ വീണ്ടും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും അത് തിരുത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇൻചാർജ് ആയിട്ടുള്ള കാസി മുഹമ്മദ് നിസാമുദ്ദീൻ, ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ദേവേന്ദർ യാദവ്, കോ ഇൻചാർജുമാരായ ഡാനിഷ് അബ്രാർ,
സുഖ്വീന്ദർ സിംഗ് ഡാനി എന്നിവരും പങ്കെടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ AAPയുമായിട്ടുള്ള വലിയ തോതിലുള്ള രൂക്ഷമായ വിള്ളൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഈ ഒരു മറുപടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലോട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വലിയ തോതിൽ തന്നെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ തിരിയുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ വളരെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്.